ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മൾ 2024 കറണ്ട് അഫേഴ്സിന്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ലെച്ചൂസ് എജു ടിപ്സിലെ ലെച്ചു മിസ്സും കൂടെ ഷെയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ ജൂൺ മാസം നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ ചെയ്തു, ജൂലൈയില് ലെച്ചൂസ് എജു ടിപ്സിൽ മിസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റിലെ കറണ്ട് അഫേഴ്സിൽ 2024 പാരാലിമ്പിക്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ ജൂൺ കറണ്ട് അഫേഴ്സ് കണ്ടിട്ട് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഗ്രേഷ്മ കമന്റ് ചെയ്തിരുന്നു പാരാലിമ്പിക്സ് സെപ്പറേറ്റ് എടുക്കുമെന്ന്. അപ്പൊ ഇന്ന് അത് എടുക്കാന്ന് വെച്ചു. അപ്പൊ ഇതിന്റെ എല്ലാം PDF നോട്ട്സ് ഫ്രണ്ട്ലി PSCയുടെ ആപ്പിലും ലെച്ചൂസ് എജു ടിപ്സ് ആപ്പിലും നിങ്ങൾക്ക് ലഭിക്കും. 2024 പാരാലിമ്പിക്സ്. എന്താണ് ഈ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാല്? ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ വിശ്വ കായികോത്സവമാണ് പാരാലിമ്പിക്സ്. 2024 പാരാലിമ്പിക്സ് 17ാമത്തെ, അതായത് 2024 പാരാലിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. ഫ്രാൻസിലെ പാരീസിലാണ്. അത് ആരംഭിച്ചത് ഓഗസ്റ്റ് 28-നും അവസാനിച്ചത് സെപ്റ്റംബർ 8-നുമാണ്. 2024 പാരാലിമ്പിക്സിന്റെ മോട്ടോ അഥവാ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ്. ഗെയിംസ് വൈഡ് ഓപ്പൺ. ഈ പിക്ചറിൽ കാണുന്നത് അതിന്റെ ഓപ്പണിംഗ് സെറിമണിയാണ്. അപ്പൊ ഓപ്പണിംഗ് സെറിമണിയില് ഇമ്മാനുവൽ മാക്രോൺ, അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ആണ് പങ്കെടുത്തത്. അതിന്റെ ക്ലോസിംഗ് സെറിമണിയില് ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആയ ആൻഡ്രൂ പാഴ്സൺസ് ആണ് പങ്കെടുത്തത്. അപ്പൊ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡ്രൂ പാഴ്സൺസ് ആണ് അതിന്റെ ക്ലോസിംഗ് സെറിമണിയിൽ പങ്കെടുത്തത്. 2024 പാരാലിമ്പിക്സിന്റെ മാസ്കറ്റ് എന്ന് പറയുന്നത് ഈ ചിഹ്നമാണ്. ഫ്രിഡ്ജസ് ആണ് 2024 മാസ്കട്ട്. ഇന്ത്യയിൽ നിന്ന് 84 അംഗങ്ങളാണ് പങ്കെടുത്തത്. 2024 പാരാലിമ്പിക്സിൽ മുഴുവനായിട്ട് 4463 അത്ലറ്റ്സ് പങ്കെടുത്തു. അതിൽ ഇന്ത്യയിൽ നിന്ന് 84 അംഗങ്ങൾ. അതുപോലെ ഇതിലൊരു 170ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. 2024 പാരാലിമ്പിക്സിന്റെ ഓപ്പണിംഗ് സെറിമണിയില് ഇന്ത്യയുടെ ഫ്ലാഗ് ഏന്തിയത് ജാവലിൻ ത്രോ കായിക താരമായ സുമിത് ആന്റലും ഷോട്ട് പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദവ് ആണ്. ഓപ്പണിംഗ് സെറിമണിയില് ഇന്ത്യയെ നയിച്ചത്, ഇപ്പൊ പതാകയുമേന്തി പോകുന്നത് കണ്ടോ, ഇന്ത്യയെ നയിച്ചത് ജാവലിൻ ത്രോ താരമായ സുമിത് ആന്റലും ഷോട്ട് പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദവ് ആണ്. സുമിത് ആന്റൽ, ഭാഗ്യശ്രീ ജാദവ്. 2024 പാരാലിമ്പിക്സിന്റെ സമാപന ചടങ്ങില് ഭാരതത്തെ നയിച്ചത്, അതായത് ഭാരതത്തിന്റെ പതാക ഏന്തിയത് ആർച്ചറി താരം ഹർവീന്ദർ സിംഗും പാരാ അത്ലറ്റിക് താരം പ്രീതി പാലുമാണ്. സമാപന ചടങ്ങിൽ ആർച്ചറി താരം ഹർവീന്ദർ സിംഗും പാരാ അത്ലറ്റിക് താരം പ്രീതി പാലും. പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈനയാണ്. ചൈനയ്ക്ക് 220 മെഡലാണ് ലഭിച്ചത്. ഇതിവിടെ സ്വർണം, വെള്ളി, വെങ്കല പട്ടിക കൊടുത്തിട്ടുണ്ട്. 2ാം സ്ഥാനം ബ്രിട്ടൻ ആണ്. ബ്രിട്ടന് 124 മെഡല്. 3ാം സ്ഥാനം US-നാണ് 105 മെഡല്. ഇന്ത്യക്ക് 18ാം സ്ഥാനമാണ്. അപ്പൊ 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18ആണ്. ഇന്ത്യക്ക് 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ലഭിച്ചു. ഇന്ത്യക്ക് മൊത്തത്തില് 29 മെഡലുകളാണ് ലഭിച്ചത്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. നമ്മൾ പഠിച്ചു ഇന്ത്യക്ക് 7 സ്വർണം ലഭിച്ചു. അപ്പൊ സ്വർണം കിട്ടിയവരുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. അവരുടെ എല്ലാം ഫോട്ടോ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി വനിതകളുടെ വിഭാഗത്തിൽ ആദ്യമായിട്ട് ഗോൾഡ് നേടിയത്, സ്വർണം നേടിയത് അവനി ലേഖരയാണ്. അപ്പൊ അവനി ലേഖര 10 മീറ്റർ എയർ റൈഫിൾസിൽ കണ്ടോ, 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിലാണ് ഗോൾഡ് നേടിയത്. അപ്പൊ പാരാലിമ്പിക്സിൽ ഗോൾഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖരയാണ്. അടുത്ത സ്വർണം നേടിയ ആള് നിതേഷ് കുമാർ ആണ്. അപ്പൊ നിതേഷ് കുമാറിന് പുരുഷ വിഭാഗം ബാഡ്മിന്റൺ സിംഗിൾസിലാണ് സ്വർണം ലഭിച്ചത്. ബാഡ്മിന്റൺ പുരുഷ വിഭാഗത്തില് സിംഗിൾസ് സ്വർണം ലഭിച്ചത് നിതേഷ് കുമാർ. ജാവലിൻ ത്രോ പുരുഷ വിഭാഗത്തില് സ്വർണം ലഭിച്ചത് സുമിത് ആന്റലാണ്. അപ്പൊ നമ്മള് ദേശീയ പതാക ഏന്തി പോയ കാര്യം പറഞ്ഞിരുന്നു ഓൾറെഡി, സുമിത് ആന്റലിന്റെ. അപ്പൊ അദ്ദേഹം ജാവലിൻ ത്രോയാണ്. ഓപ്പണിംഗ് സെറിമണിയിൽ നമ്മൾ പിക്ചറിൽ കണ്ടതാണ്. അപ്പൊ ജാവലിൻ ത്രോ പുരുഷ വിഭാഗം സുമിത് ആന്റൽ. അമ്പെയ്ത്തിൽ സ്വർണം നേടിയത് ഹർവീന്ദർ സിംഗ് ആണ്. അമ്പെയ്ത്തിൽ സ്വർണം ഹർവീന്ദർ സിംഗ്. ക്ലബ് ത്രോയിൽ സ്വർണം നേടിയത് പരംവീർ ആണ്. ക്ലബ് ത്രോയില് സ്വർണം പരംവീർ. ഹൈ ജമ്പിൽ സ്വർണം നേടിയത് പ്രവീൺ കുമാർ ആണ്. ഹൈ ജമ്പിൽ സ്വർണം പ്രവീൺ കുമാർ.
നിങ്ങൾക്ക് ഫ്രണ്ട്ലി PSCയുടെ ആപ്പില് ഫ്രീ ഡൗൺലോഡ്സ് ഒരു ഫോൾഡർ ഉണ്ട്. അപ്പൊ അതിൽ കയറുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ നോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ജാവലിൻ ത്രോ പുരുഷ വിഭാഗം നവദീപ് സിംഗ് ആണ് സ്വർണം നേടിയത്. ജാവലിൻ ത്രോ പുരുഷ വിഭാഗം നവദീപ് സിംഗ്. അപ്പൊ ഗോൾഡ് ആർക്കൊക്കെ ലഭിച്ചു? നവദീപ് സിംഗിന്, പ്രവീൺ കുമാർ, കരംവീർ, ഹർവീന്ദർ സിംഗ്, സുമിത് ആൻഡിൽ, നിതേഷ് കുമാർ, ആവനി ലേഖര. അപ്പൊ മൊത്തം 7 പേരുടെ സ്വർണം നമ്മൾ പഠിച്ചു. ഇനി ഓപ്പണിംഗ് സെറമണിയിൽ പതാക ഏന്തിയവരുടെ പേര് ഭാഗ്യശ്രീ, സുമിത്. അപ്പോ ഓപ്പണിംഗ് അല്ലേ, അപ്പോ ജയിക്കാനായിട്ടൊരു ഭാഗ്യം ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഇവര് ഇത് സബ്മിറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ സുമിത്തും ഭാഗ്യം വെച്ച് ഭാഗ്യശ്രീയുമാണ് ഓപ്പണിംഗ് സെറമണിയിലെന്ന് ഓർക്കാം. ഇനി ക്ലോസിംഗ് സെറമണിയില് പതാക ഏന്തിയവരുടെ പേരോ ഹർവിന്ദറും പ്രീതി പാലുമാണ്. ഇനി വെള്ളി നേടിയവരുടെ ലിസ്റ്റ് ആണ്. അപ്പൊ അത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് കാണാമല്ലോ. ഇതൊക്കെ പഠിച്ചാല് എത്രമാത്രം ഓർത്തിരിക്കും എന്നൊന്നും ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് പിക്ചർ മാത്രമേ എടുത്തിട്ടുള്ളൂ പത്രത്തിൽ നിന്ന്. പിന്നെ വെങ്കലം നേടിയവരുടെ ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേഷ്മ പറഞ്ഞത് പ്രകാരം 2024 പാരാലിമ്പിക്സിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് തൊട്ട് പുറകെ ഇടുന്നുണ്ട്. 2024 ഫുൾ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ലെക്ചൂസ് എജു ടിപ്സിൽ നിന്നും ഫ്രണ്ട്ലി PSCയിൽ നിന്നുമായിട്ട് ലഭിക്കുന്നതാണ്, PDF ഉൾപ്പെടെ. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കിൽ നിന്ന് ആദ്യത്തെ 2 സെക്ഷനിൽ 8 മാർക്ക് വീതം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഇതിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ഒത്തിരി ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ PDF-ഉം കൂടെ ഇതിൻ്റെ പുതിയ ക്ലാസ്സിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ 22 രൂപ മാത്രം അടച്ചാൽ 1 ഇയർ വാറണ്ടിയിൽ ബാക്കി ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ. വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.